ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാനൊരു കുഞ്ഞു വിശേഷമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഉമ്മമ്മ ഉംറക്ക് പോയിന്നല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതിൽ പറഞ്ഞിരുന്നല്ലോ, ഉമ്മമ്മ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉമ്മമ്മ ഒന്ന് വരികയാണ്. അപ്പോൾ ഉമ്മമ്മനെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഉമ്മമ്മ വന്നിട്ട് അവിടെ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഉമ്മമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മമ്മയൊക്കെ അവിടെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഓല് പറഞ്ഞ ടൈമിൻ്റെയും മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ പറഞ്ഞ കറക്റ്റ് ടൈം ആയപ്പോഴത്തേനാണ് എത്തിയത്. അപ്പോൾ ഇവിടെ ഈ പച്ച കളറ് മഫ്തിട്ടിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഓല് കൂടുള്ള ആൾക്കാർ അവിടെ കുറച്ചുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉമ്മമാൻ്റെ അടുത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ കുട്ടി ഉമ്മമാനങ്ങനെ തിരയാണ്. ഈ പച്ച ഡ്രസ്സായതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഉമ്മമാനങ്ങനെ തിരയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മമ്മ ഉമ്മാനോടൊക്കെ സലാം പറഞ്ഞിട്ട് ഇതാ അങ്ങനെ കുട്ടീനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്നു കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് പോരും ചെയ്തിട്ടോ. പിന്നെ ഉമ്മമാൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടിയിട്ടാണല്ലോ അവിടെ പുറത്തിറങ്ങി നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടൊക്കെ അപ്പം തന്നെ പോരും ചെയ്തു. അവിടെ നിൽക്കാനും കുട്ടിക്ക് ഉമ്മമ്മ വരുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെല്ലലും പോരലും കഴിഞ്ഞു കേട്ടോ. ഉമ്മമ്മ പുറത്തിറങ്ങിയതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഉമ്മമാനെയും കൊണ്ട് ഞങ്ങളങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മക്കത്ത് പോകാനും ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ. അപ്പോൾ പോവാത്തവരൊക്കെ നമ്മളെല്ലാവരും പോകാനും വേണ്ടിയിട്ട് അള്ളാഹു തൗഫീക്കും ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് കുട്ടിക്ക് പിന്നെ ബാഗിൽ എന്താണെന്നുള്ളത് അറിയണം. അമ്മമ്മ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മമ്മക്ക് ഇങ്ങനെ നടന്ന് വാങ്ങാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ അമ്മമ്മ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിക്ക് ഉമ്മ കൊടുന്ന ബാഗ് എങ്ങനെ പൊട്ടിക്കണം, അതിലെന്താണെന്നുള്ളത് ഓൾക്ക് അറിയണം. ഉമ്മമ്മ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് ഈത്തപ്പഴം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മമ്മ കുറച്ച് ഈത്തപ്പഴവും സംസം വെള്ളം മാത്രമേ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് മുട്ടായും കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾക്ക് പർദ്ദ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഉമ്മമ്മ വിളിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു പർദ്ദയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓളിപ്പോൾ ഇട്ട ഡ്രസ്സും ഉമ്മമ്മ കൊടുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഓൾക്ക് വളയും മാലയൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.